നമുക്കൊരു ഗെയിം കളിച്ചാലോ? നമുക്കൊരു ഗെയിം കളിക്കാം. എന്താ ഗെയിം അറിയോ? എന്താ ഗെയിം വെച്ചാൽ ഓടി കളിക്കല്ല. നമുക്കൊരു ഗെയിം കളിക്കാം. എന്താ ഗെയിം എന്ന് പറയട്ടെ? ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോർഡിൽ ഒരു ചിത്രം വരക്കും. ഞാനൊരു ചിത്രം വരക്കും. അതുപോലെ നിങ്ങൾ വരച്ച് കാണിച്ചാൽ മാത്രം മതി. പക്ഷേ അതുപോലെ വരക്കുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കാണ്. സമ്മാനം നമ്മൾ ഗെയിമിന് വേണോ? വേണ്ട, സൈലൻസ്. അപ്പോൾ ഗെയിമിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് നിങ്ങളെ കൂട്ടത്തിലുള്ള, നമ്മൾ കഴിഞ്ഞ ഗെയിം കളിച്ചതുപോലെ നിങ്ങളെ കൂട്ടത്തിലുള്ള ബ്രില്യൻ്റ് ആയ മക്കളെ കണ്ടെത്താൻ കഴിയും. നിങ്ങളെ കൂട്ടത്തിൽ ബ്രില്യൻ്റ് ആയ മക്കളെ, നിങ്ങളെ കൂട്ടത്തിൽ നല്ല ശ്രദ്ധയുള്ള, നല്ല ഏത് കാര്യവും നല്ല വീക്ഷണ രൂപത്തിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് നിങ്ങൾ ഓരോരുത്തരും കരുതുക അത് ഞാനായി മാറണമെന്ന്. അല്ല, അങ്ങനല്ലേ വേണ്ടത്? നമ്മൾ ശ്രദ്ധയുള്ള മക്കളാവണ്ടേ? നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ കാര്യം അതുപോലെ ചെയ്യാൻ പറ്റുന്ന മക്കളാവണ്ടേ? ആവണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ വരക്കേണ്ടത്, നിങ്ങൾക്ക് ഞാനൊരു ചോക്ക് തരും. ഈ ചോക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ വരക്കുന്നത് പോലെ വരക്കുക. എന്താണെന്നറിയോ? ഞാൻ ജസ്റ്റ് ട്രയൽ കാണിച്ചു തരാം. ഇത് ചെറിയ ബോർഡ് ആയതുകൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് വരക്കാം. എന്താ അറിയോ? ഒരാൾ നേരെ ഇവിടെ വരെ ബോർഡിൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എവിടെ കൈ എത്തണോ അവിടെ വെക്കുക, ടോപ്പിൽ. എനിക്ക് ശരിക്കും ഇവിടെ എത്തും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇവിടെ മനസ്സിലാവും. എന്നിട്ട് ഈ റൗണ്ട് ഇങ്ങനെ വരച്ചിങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ തെറ്റിണ്ട്. ഇത് തെറ്റാതെ കറക്റ്റ് ഇങ്ങനെ ആർക്ക് ഫുള്ളാക്കാൻ കഴിയുന്നോ അവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരാൾ. ഗൈസ്, ആർ യു റെഡി? ഇവിടെയും കോയിമുട്ട